നമസ്കാരം. കേരള ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. കേരള ഓൺലൈൻ മീഡിയ പബ്ലിഷ് ചെയ്ത റിഫയുടെ മരണത്തെ സംബന്ധിക്കുന്ന വീഡിയോകൾ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ വളരെയധികം കേട്ട ഒരു കമൻ്റാണ്. മരിക്കാത്ത ബനീഷയെ മരിച്ചതായി പറഞ്ഞുവെന്ന്. ബനീഷ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് റൂഹി ജാൻ അല്ല. കേരള ഓൺലൈൻ മീഡിയയ്ക്ക് തന്നെ ഷംസുദ്ദീൻ തന്ന ഒരു ഓഡിയോ ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളത് ഓൾറെഡി ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം ബനീഷ മരിച്ചു എന്ന് പറയുന്നത് ഷംസുദ്ദീൻ തന്നെയാണ്. ഷംസുദ്ദീൻ്റെ അറിവാണത്. ഷംസുദ്ദീനാണ് നമ്മൾക്ക് ഈ അറിവ് തരുന്നത്. അതുപോലെ തന്നെ ഷംസുദ്ദീൻ ഈ ഇടപാടുകളുമായി എത്രത്തോളം ബന്ധപ്പെട്ടുവെന്ന് ആ ഇൻ്റർവ്യൂ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇൻ്റർവ്യൂ പലരും കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത് റീപബ്ലിഷ് ചെയ്യുകയാണ്. പലരുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ഈ ഇൻ്റർവ്യൂവിലുണ്ട്. ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ, ഷംസുദ്ദീനെ കണ്ടെത്തി എന്ന രീതിയിൽ സന്ദീപ് ഇടപ്പാൾ എന്ന യൂട്യൂബർ വളരെ പരിഹാസ രൂപേണ വീഡിയോ ചെയ്യുകയുണ്ടായി. ചേച്ചിയുടെ അടുത്തുനിന്ന് ഷംസുദ്ദീൻ പോയിട്ട് എവിടെ പോയിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടുപിടിച്ചു, കാനഡയിൽ എവിടെയായിരുന്നാലും നമ്മൾക്ക് ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് ഷംസുദ്ദീൻ കാനഡയിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് ഷംസുദ്ദീൻ്റെ ഓഡിയോയും ഷംസുദ്ദീൻ്റെ വീഡിയോയും ഷംസുദ്ദീൻ്റെ സ്റ്റില്ലുകളുമൊക്കെ അദ്ദേഹം പുറത്തുവിട്ടു. സന്ദീപ് ഇടപ്പാളിന്, റൂഹി ജാനും കേരള ഓൺലൈൻ മീഡിയയ്ക്കും വളരെ നന്ദിയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നതിനുള്ള വഴിയൊരുക്കിയ ഒരു വീഡിയോയാണ് സന്ദീപ് ഇടപ്പാളിൻ്റെത്. സന്ദീപ് ഇടപ്പാളിന് ഷംസുദ്ദീനെ വിളിക്കാനുള്ള അവസരമുണ്ടായി. അതുപോലെ തന്നെ ബനീഷയെ ഡയറക്റ്റ് വിളിച്ചിരിക്കുന്നു. ബനീഷയുടെ ഒരു വീഡിയോ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ബനീഷ ജീവനോടെ ഉണ്ട് എന്ന് ബനീഷ തന്നെ പറയുന്ന ഒരു വീഡിയോ. എന്തു തന്നെയായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട വളരെയധികം ബന്ധമുള്ള ആളാണ് ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ പറയുന്ന ഓഡിയോയിൽ ഷംസുദ്ദീൻ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയതായും സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനാണ് ബനീഷയെ സഹായിച്ചതായും സ്വർണവുമായി പോകേണ്ട ബനീഷയെ എയർപോർട്ടിൽ എത്തിച്ച് വിട്ടത് ഷംസുദ്ദീനാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വർണം എത്തിക്കുകയും അവിടെ നിന്ന് ഒരു സംഘം ആളുകൾ ഈ സ്വർണവുമായി പോവുകയും ചെയ്ത വിവരങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഈ ഓഡിയോ കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഷംസുദ്ദീൻ്റെ ഇടപെടൽ എന്താണെന്ന്. സന്ദീപ് ഇടപ്പാൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ബെൻസർബായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ്, ബെൻസർബായിയാണ് നിങ്ങളിതുപോലെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നൊക്കെ. ബെൻസറുമായിട്ടുള്ള ബന്ധവും ഒക്കെ എന്താണെന്ന് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ സന്ദീപ് ഇടപ്പാളിൻ്റെ വീഡിയോയിൽ ഷംസുദ്ദീൻ പറയുന്ന ഇവരെ ആരെയും അറിയില്ല എന്നാണ്. ഷംസുദ്ദീന് ബെൻസറിനെ അറിയില്ല, കള്ളക്കടത്തിനെ സംബന്ധിച്ച് അറിയില്ല, ഒന്നും അറിയില്ല, ആരെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന രീതിയിലാണ് ഷംസുദ്ദീൻ്റെ പ്രതികരണം. എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലും പങ്കെടുത്തിട്ടുണ്ട്, പരിചയമുണ്ട്, ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിനായി സഹകരിച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഷംസുദ്ദീൻ ഈ ഓഡിയോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം വിലയിരുത്തുക. എന്തിനും നമ്മൾ തെളിവുകൾ ചോദിക്കുന്നവരാണ്. വ്യക്തമായ തെളിവുകളോടെ ഷംസുദ്ദീനെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറഞ്ഞാൽ, ഷംസുദ്ദീനെ ചോദ്യം ചെയ്താൽ ഈ റിഫയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാവരെയും കണ്ടെത്താൻ കഴിയും. വളരെ നിസ്സാരമായി കേസ് തെളിയിക്കാനും കഴിയും. നിങ്ങൾ ഈ ഓഡിയോ ഇൻ്റർവ്യൂ ഒന്ന് കേട്ടു നോക്കൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഇപ്പം ഒരു റിലീവ് ഒരു റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി മരിക്കുന്നതിന്റെ 3-4 ദിവസം മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എക്സാക്ട് ഒരു 3 ദിവസം മുന്നേ. അന്ന് ഞാൻ അത്ര എവിടെ ഉണ്ടായിരുന്നു? ദുബായിൽ വെച്ചിട്ട്. ഞാൻ ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിനെ എനിക്ക് അറിയുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും പിന്നെ ഒരു പ്രമോഷന് വേണ്ടി പോകാറുണ്ടായിരുന്നു. മുഹബത്ത് ഒരു പർദ ഷോപ്പാണ് കരാമയിലുള്ള. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടത്. കൂടുതലായിട്ട് പരിചയപ്പെട്ടതില്ല, ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് സംസാരിക്കുന്നത്, ചിരിച്ചു, അത്ര മാത്രം ചെയ്തിട്ടുണ്ടല്ലോ. കൂടുതലുള്ള ഫ്രണ്ടിന്റെ കൂടെ പോയതാ. ഫ്രണ്ട് ബനീഷ. അപ്പം അവരെ ഹസ്ബൻഡിനോട് ഞാൻ കുറച്ചേരം സംസാരിച്ചിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റോളം. ഇവര് പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ജസ്റ്റ് പേരൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആരെയും ഞാനും ഈ മരിച്ച കുട്ടിയായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പിന്നെ എന്നോട് പറഞ്ഞു, ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, നിഷ ഒരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, എനിക്ക് എന്താക്കണം പിന്നെ ജുമൈറയിൽ പോകണം എന്ന് പറഞ്ഞു.
അപ്പൊ ബെൻസർ എന്ന് പറഞ്ഞ ഒരാള് ഫ്രണ്ട് പറഞ്ഞു അതിന്റെ കുറച്ച് ദിവസം മുന്നേ ഈ ബെൻസർ എന്ന് പറഞ്ഞ ഒരാള് വന്നിരുന്നു, ഫ്ലൈറ്റിന്റെ താഴ്ന്ന് കണ്ടിരുന്നു, പോവുകയൊക്കെ ചെയ്തിരുന്നു. ഈ ബെൻസർ എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഒരു എന്താ പറയാ അത്യാവശ്യം എല്ലാ പരിപാടിയൊക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, നമുക്കൊരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയിരുന്നു, ടിക്ടോക്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ അതിലപ്പുറം എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങളൊക്കെ മോശപ്പെട്ട രീതിയിലൊക്കെ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലും ഇതൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഞാനുമായിട്ട് അത്ര നല്ലതിലല്ലായിരുന്നു. ബനീഷായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവന് എന്നായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വന്നു, അങ്ങനെ ഫിലിമിന് വേണ്ടിയിട്ട് കൂട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് 1-ാം തീയതിയാണ് 2-ാം തീയതി 1-ാം തീയതി ഞാൻ തോന്നുന്നുണ്ട്, കുട്ടി മരിക്കുന്നതിന് 3 ദിവസം മുന്നേ. അങ്ങനെ 2022 മാർച്ച് 1-നാണ് മരിച്ചു എന്നുള്ള വിവരം ഉള്ളത്. എന്നാ പിന്നെ അതിന്റെ 2 ദിവസം മുന്നേ കറക്റ്റ് 2 ദിവസം മുന്നെയാണ്. അങ്ങനെ പിന്നെ മാർച്ച് 1-ാം തീയതി ആണോ വെച്ചാൽ 3-ാം തീയതി ആണോ വെച്ചാൽ 1-ാം തീയതി എന്നാ അതിന്റെ കറക്റ്റ് 3 ദിവസം മുന്നെയാണ്. അങ്ങനെ ഇവര് വണ്ടിയിൽ ഇയാള് വൈകുന്നേരം വന്നു, വണ്ടിയിൽ കയറി ഇവന്റെ ഫ്രണ്ടും ഇയാളും കൂടി വണ്ടിയിൽ കയറി പോയ സമയത്ത് ഞാൻ തന്നെ ബാക്കിൽ എന്താക്കി എന്റെ കാർ കൊടുത്ത് ഫോളോ ചെയ്തു. ഓക്കെ, ഫോളോ ചെയ്ത് ഇവര് ജുമേരയൊക്കെ പോകാണ്ട് ദേര സിറ്റി സെന്ററിന്റെ മുന്നിലാണ് വെച്ച് എത്തിയത്. അപ്പൊ സിറ്റി സെന്ററിന്റെ മുന്നിലെത്തി അവിടെ പുൾമാൻ ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി. അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഞാൻ ഫോൺ ചെയ്തു ഇവരെ, ഫ്രണ്ടിനെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഞാനിവിടെ ജുമേറ എത്തി എന്ന് പറഞ്ഞു. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, ഞാൻ സിഗ്നലിലാണ്ടായിരുന്നു, വണ്ടി ഇപ്പുറ സൈഡിൽ ഒരു സിഗ്നലിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വണ്ടി എടുത്ത് ഞാൻ അതിന്റെ ഇപ്പുറ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ അവിടുന്ന് വാച്ച് ചെയ്തു. സിറ്റി സെന്റർ സൈഡിൽ നിന്ന് വാച്ച് ചെയ്ത് എന്താന്ന്. അപ്പൊ ഇവര് ഹോട്ടലിനകത്തേക്ക് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ജുമേറ ഷൂട്ടിങ് തുടങ്ങുകയാണ്, ഇനി എന്താക്കണ്ട ഇപ്പൊ വിളിക്കണ്ട, കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഈ ഫ്രണ്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ഒരാളാണോ? ഇല്ല, അങ്ങനെ ഫിലിമിലൊന്നും ടിക്ടോക്കിലൊക്കെ കൂടുതലായിട്ടുള്ളൂ. അവസരം കിട്ടിയപ്പം അതെ. അപ്പം എന്താക്കി വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ചോദിച്ചു മേര, അപ്പൊ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് എന്താന്നുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവര് പുറത്തു വന്നു. പുറത്ത് വരുന്ന സമയത്ത് ഈ ബെൻസർ എന്നുള്ള ഒരാളുടെ പിന്നെ ഒരു മുന്തിർ, ഒരു ഫിറോസ് കപ്പലിനെ വിളിച്ച ഒരു മുന്തിർ, ഇവർ 3 ഇവരെ കൂടെ ഒരു അറബി ഉണ്ടായിരുന്നു, ഈ മരിച്ച ഈ കുട്ടി ഉണ്ടായിരുന്നു, റിഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടി ഉണ്ടായിരുന്നു. ബന്ധപ്പെട്ടാണോ? ഞാൻ തിരിച്ചു വരുമ്പോ കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ടോപ്പ് ഇട്ട് ഒരു മെറൂൺ ടോപ്പ് ഇട്ടിട്ട് ഇറങ്ങി വന്നു. അവിടെ കുറച്ചു നേരം ആ ലോഞ്ചിൽ ഒരു 2-3 മിനിറ്റ് നിന്നു. അതിനുശേഷം ഇവർ വണ്ടി കയറി, വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ 3 വണ്ടി ഉണ്ടായിരുന്നു. ഈ 3 വണ്ടി കയറി. അപ്പോഴേക്ക് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാല് അവിടെ ബിൽഡിങ്ങിന്റെ ആ സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന് വണ്ടി കയറുമ്പോഴേക്ക് ഇവർ എങ്ങോട്ടേക്കാ പോയതെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇവർക്ക് എനിക്ക് എന്താക്കാൻ പറ്റില്ല, ചേസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഇല്ല. അതിനുശേഷം ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വന്നു, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ഞാൻ എത്തുമ്പോൾ ലേറ്റ് ആവും ഇവിടെ ജുമേറുള്ളത്. ഓക്കെ, ആ ഒരു ഇതുണ്ടായിട്ട് 3-ാമത്തെ ദിവസമാണ് ഫ്രണ്ട് എന്നോട് പറയുന്നത് കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. നേരിട്ട് എന്നോട് പറയാം. എന്നിട്ട് ഭയങ്കര ഷോക്കായി പോയി. ഇപ്പൊ ഷോക്കായിരുന്നു. ആ ഒരു അതിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് നാട്ടിലേക്ക് കുറച്ച് ഗോൾഡ് കൊണ്ടുവന്നു. ഈ ഗോൾഡ് കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്ന ഒരു ടീമുണ്ട്, ഗോൾഡ് പൊട്ടിക്കുക എന്നുള്ളൊരു പരിപാടി. അതുവരെ ചെയ്തിട്ടില്ല എന്നാ എന്റെ അറിവ്. ഇനി അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഗോൾഡ് കൊണ്ടുപോകുന്നുണ്ടെന്നാണ്. അപ്പൊ ഞാൻ കുറെ അതിന് ബ്ലോക്ക് ഇട്ടു. കാരണം വെച്ചാൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ ഭീഷണിയാണ്. അപ്പൊ അവര് ഭയങ്കര വലിയ എമൗണ്ട് ഒക്കെ ഓഫർ ചെയ്തിട്ടില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി ഗോൾഡ് വിറ്റ് കഴിഞ്ഞാൽ പകുതി ഗോൾഡ് നിനക്ക് കിട്ടും. അപ്പൊ ഏകദേശം 40 ലാഖോളം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ എന്താക്കി അതിലിതാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഇതിന് ബ്ലോക്ക് ഇട്ടപ്പോ എന്നെ ഒഴിവാക്കി. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ അവര് ഗോൾഡ് കൊണ്ടുപോകാൻ റെഡിയാണ്, എന്നെ എയർപോർട്ടിൽ വിട്ടുതരുമോ ചോദിച്ചിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്താക്കി ഓക്കെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കൊണ്ട് പിന്നെ ദുബായ് എയർപോർട്ടിൽ വിട്ടുകൊടുത്തു. അപ്പൊ ആ സമയത്ത് വേറൊരാളൊരു ഹൈറ്റുള്ള ഒരു പയ്യൻ, എനിക്കറിയില്ല ആരാ എന്താ ഏതാന്നുള്ളൊന്നും, പയ്യൻ കൊണ്ട് ഇവർക്ക് ഗോൾഡ് കൊടുക്കുന്നു. ഒരു നിസാൻ പെട്രോളിലാണ് വന്നത്. ഒരു പാക്ക് ചെയ്ത സാധനം കൊടുക്കുന്നു. എന്നിട്ട് അത് പാക്ക് ചെയ്ത സാധനം കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ബാഗിൽ അയാൾ തന്നെ വെക്കുന്നത്, പാക്ക് ചെയ്ത ബാഗിൻ്റെ അകത്ത് ബാഗ് വെച്ച് കൊടുക്കുന്നു. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നെടുമ്പാശ്ശേരി ഇറങ്ങുന്നത്. നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് ഇവിടെ നാദാപുരത്തുള്ള ഒരു ടീം വന്നിട്ടാണ്, 6 ഇന്നോവേറ്റ വന്നിട്ടാണ് ഇവൾ അവിടുന്ന് പിക്ക് ചെയ്ത് പോകുന്നത് നാദാപുരത്തേക്ക്.
പിക്ക് ചെയ്ത് അവിടെ പോയി തുറന്നു നോക്കുമ്പോൾ ഇത് ഫേക്ക് ഗോൾഡ് ആയിരുന്നു, ഒറിജിനൽ അല്ല. അല്ല, ഇതിന്റെ കൂടെ താങ്കളുണ്ടോ ആ സമയത്ത്? ഇല്ല, ഞാൻ ദുബായിലുള്ളത് ആ സമയത്ത്. അല്ലല്ല, ഈ പറഞ്ഞ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞോളൂ ചോദിച്ചത്. ആ സമയത്തൊന്നും ഞാൻ ദുബായിലുള്ളത്, ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് അവരൊറ്റക്കാ വന്നത്. ഓക്കെ. അങ്ങനെ ഇവര് എന്തായിരുന്നു എന്നെ വിളിക്കുന്നത്, ഇത് ഗോൾഡ് ഫേക്ക് ചെയ്യുന്ന അവര് ഫേക്ക് ഗോൾഡാ കൊടുത്തു വിട്ടത്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അന്നത്തെ അത് ഒരു ദിവസം പുലർച്ചക്കാണത്, രാത്രി ഇവിടെ ഇറങ്ങി വീട്ടിലെത്തി പുലർച്ചെ സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി എന്നുണ്ട് ഒരു ടീം വിളിക്കുന്നത്, പിന്നെ അജ്മാനിലുള്ള ഒരു ടീമാണ്, നിങ്ങളൊരു താഴെ വന്നിട്ടുണ്ട്, ഫ്ലാറ്റിന്റെ താഴത്തൊന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്താന്ന് വെച്ചാൽ ഇല്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ എന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്നതും എന്നെ പിടിച്ച് അവരെ വണ്ടി കയറ്റി, ഒരു ലാൻഡ് ക്രൂസർ ആയിരുന്നു, കയറ്റി നേരെ അജ്മാനെ കൊണ്ട് 3 രാത്രി എന്നെ അവിടെ ഇട്ട് അവർ ഉപദ്രവിച്ചു. എന്നോട് ചോദിച്ചു, നീ ഒറിജിനൽ ഗോൾഡ് ഇവിടുന്ന് മാറ്റിയതല്ലേ, പിന്നെ ദുബായിൽ നിന്ന് ഒറിജിനൽ ഗോൾഡ് മാറ്റി ഫേക്ക് കൊടുത്തു വിട്ടല്ലോ, എന്നെ നന്നായി ഉപദ്രവിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇങ്ങനെയാണ്. അപ്പം ഈ എന്റെ ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഗോൾഡ് കൊടുത്തു വിടുന്നവരെ ഞാൻ മാത്രമേ അറിയുള്ളൂ എന്നാ ഇവരോട് പറഞ്ഞിട്ട് തരുന്നത്. ആ ഒരു കാരണത്താലാണ് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി, എന്നെ അവർ വിട്ടു, ജീവനോടെ വിട്ട എന്തോ ഭാഗ്യം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സ്മഗ്ലിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് വല്ലാതെ കാര്യങ്ങളൊക്കെ കൂടിയത്. അപ്പൊ അതിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ റൂഹിയായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം റൂഹിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ റിഫയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അറിയാം, കൂടുതലൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയണം, ഇതിലേക്ക് എന്തെങ്കിലും ലീഡ് ചെയ്യുന്ന കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ അപ്പം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നത് ഈ കാര്യം ഇപ്പം പറയാൻ തന്നെ ഒരു കാരണം. അപ്പൊ ഈ നമ്മുടെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, സുഹൃത്ത് പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെ, ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഞാനായിട്ട് കോണ്ടാക്റ്റോ ഒന്നുമില്ല, എന്നോട് ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാണ്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവൻ വിളിച്ച് അങ്ങനെ പറഞ്ഞാണ് സൗദിയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതും ഞാൻ എന്താക്കി റൂഹിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെന്തോ ഇതുമായിട്ട് എന്തോ കണക്റ്റഡ് ആണ്, പക്ഷെ അല്ലാതെ അങ്ങനെ അവരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. റഷീദിനെ വിളിച്ചിരുന്നു, നമ്മുടെ മരിച്ച റിഫയുടെ പിതാവ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാൻ വിളിച്ചിരുന്നു, വന്ന് വിളിച്ച് കാണണം, സംസാരിക്കണം എന്നൊക്കെ. പിന്നെ എനിക്ക് ട്രാവലിംഗ് ഇതൊക്കെ ആയിട്ടുള്ള ഞാൻ അതിൽ തിരക്കായി, ഒന്നാമത്. രണ്ടാമത്തെ ദുബായ് പോലുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ കഴിഞ്ഞത്. പിന്നെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട്, എന്നോട് ആരെങ്കിലും കുറച്ച് ചോദിക്കുകയും ചെയ്താത്തതുകൊണ്ട് ഞാൻ എന്താക്കിയിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. ഇവരെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് കൊടുക്കാനൊക്കെ നോക്കിയിരുന്നു ദുബായിൽ, വേറെ 1-2 കേസുകളൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ എന്ന്, അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പം റൂഹി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം റൂഹി പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടിലേക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യെങ്കിൽ നീ പറഞ്ഞോ കാര്യങ്ങൾ, നീ കണ്ട കാര്യങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താക്കിയത് ഇപ്പൊ പറഞ്ഞത്. ശരി.